ഗൈസ് വീണ്ടും മലയാളികൾ ഒരു രക്ഷയില്ല. ഈ ട്രെയിൻ മുഴുവൻ മലയാളികൾ മുഴുവൻ മെൽബണിൽ നിന്ന് ദേണ്ട കിടക്കും. സിറ്റിയുടെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പോകുന്ന ഒരു ടണലാണ്. ശരിക്കും നമ്മള് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ പോലും ഈ ഒരു ഫീൽ ഇല്ല. അതാണ്. അല്ല ഗൈസ്, ഓസ്ട്രേലിയൻ മല്ലു ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പം നമ്മൾ ഈ പുറകെ കാണുന്ന ഈറ്റൺ ഹോട്ടലിലായിരുന്നു ഇന്നലെ 2 ദിവസമായിട്ട്. ഇന്നലെ 2 ദിവസമായിട്ട് ഇവിടെയായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഷാങ്ഹായിൽ 4 ദിവസമാണ് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പം ചൈന ടൂറിൻ്റെ പല വീഡിയോസാണ് കഴിഞ്ഞ ഒരു 3-4 ആഴ്ചകളായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് പുതിയൊരു ഹോട്ടലിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ടൂർ ഓപ്പറേറ്ററിൻ്റെ കിരാതഹസ്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ നൈർമല്യം നുകർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണിപ്പം. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളതിൻ്റെ ഡീറ്റെയിലൊക്കെ നേരത്തെ പറഞ്ഞതാണ്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷാങ്ഹായ് സിറ്റിയിലൂടെയുള്ള ഒരു ബസ് ജേണി, അതുപോലെ തന്നെ ഷാങ്ഹായ് സിറ്റി കുറച്ചും കൂടി എക്സ്പ്ലോറേഷൻ, ഇവിടെയുള്ള കുറേ നല്ല നല്ല കാഴ്ചകളുമൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ watch and enjoy. ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ സിറ്റി ടൂർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളിവിടെ അടുത്ത് തന്നെ നമ്മുടെ എല്ലാ സിറ്റികളിലും ഒക്കെ കാണുന്ന പോലെ തന്നെ ഇതുപോലെ ഒരു ഡബിൾ ഡെക്കർ ബസ്സാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ അവർ ഇത് കേട്ടോ, ഇതുപോലെ ഒരു നമ്മുടെ ചെവിയിൽ വെക്കാവുന്നൊരു ഇയർഫോൺ തന്നു. അപ്പോൾ അതിവിടെ നമ്മൾ കുത്തി കഴിയുമ്പോൾ ഏത് ഭാഷയിലും ഉള്ള കമൻട്രി നമുക്കുണ്ട്. ഇപ്പോൾ ഇത് ഇപ്പോൾ ഇംഗ്ലീഷാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ ചൈനീസാണ്, ചൈനീസ്, ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ്, റഷ്യൻ, കൊറിയൻ, ഇത്രയും കൺട്രികളുണ്ട്. ഇത്രയും കൺട്രികളിലെ ഭാഷ അതിനകത്തുണ്ട്. മലയാളം കൂടി വേണ്ടതായിരുന്നു. അതൊക്കെയല്ല നമ്മുടെ സിറ്റി ടൂർ നമുക്ക് എൻജോയ് ചെയ്യാം. ഇന്നലെ രാത്രിക്ക് നമ്മൾ ഫെറിയെ കയറാൻ വന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഫെറിയെ കയറി പോയത്, ഈ ഒരു സൈഡ്. അപ്പോൾ ഇവിടെ മുതലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ട് നമ്മുടെ വേൾഡ് ആർക്കിടെക്ചർ എക്സ്പോ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം, അതുപോലത്തെ ബിൽഡിങ്ങുകൾ തുടങ്ങുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഫെറിയ നിന്നത് നല്ല ലൈറ്റൊക്കെ ഇട്ട് കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു യൂറോപ്യൻ മോഡലുള്ള ബിൽഡിങ്ങുകളാണ് ഇതോടെ.
അപ്പോൾ നമ്മുടെ ബസ് ഈ പറഞ്ഞ പോലെ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു 25 മിനിറ്റ് താമസം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ ഫ്രണ്ടാണ്. അതുപോലെ തന്നെ ഈ സ്ഥലത്തിന് പറയുന്നത് ദ ബണ്ട് എന്നാണ്. ഒരു മണ്ണിട്ട് പൊക്കി ബണ്ടായിട്ട് നിർമ്മിച്ചിട്ട് അതിൻ്റെ അങ്ങേ സൈഡിലാണ് സിറ്റി വികസിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാത്രിക്ക് കാണാൻ അടിപൊളിയാണ്. അതായത് ലൈറ്റെല്ലാം ഇട്ടിട്ട് ഭയങ്കര രസമാണ്. ഇന്നലെ നിങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അപ്പോൾ ഈ ഒരു ബിൽഡിങ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബക്കിംഗ്ഹാം പാലസ് അല്ലെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ മോഡലിൽ പണിതിരിക്കുന്ന വേൾഡ് ആർക്കിടെക്ചർ എക്സ്പോ എന്നും പറഞ്ഞിട്ട് നിർമ്മിച്ചിരിക്കുന്ന ബിൽഡിങ്സാണ്. അപ്പോൾ ആ ഒരു ലൈറ്റിംഗ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് രാത്രിക്ക് കാണാൻ ഭയങ്കര മനോഹരമാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ഇതുപോലെ ബസ് ടൂർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഈ ഒരു ബണ്ടിൽ നിന്നിട്ട് ഷാങ്ഹായ് സിറ്റിയുടെ അതിമനോഹരമായ വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ സിറ്റിക്കകത്തോട്ട് ഇതുപോലെയുള്ള ചെറിയ കപ്പലുകൾ അതിനകത്ത് മുഴുവൻ കണ്ടെയ്നറുകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പോർട്ടിലേക്കൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഇതുപോലെയുള്ള കണ്ടെയ്നറുകളിൽ കൂടെയാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ആ ബിൽഡിങ്ങിൽ പേൾ ബിൽഡിങ്ങിൽ നമ്മൾ കയറിയിട്ടുള്ള കാഴ്ചകളെല്ലാം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ വ്ളോഗിലൊക്കെ നിങ്ങൾ പല പ്രാവശ്യം കണ്ടാണ്. നമ്മൾ രാത്രിക്ക് അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞിട്ട് ഈ സിറ്റിയുടെ നല്ല സുന്ദരമായ ലൈറ്റിംഗ് ഓട് കൂടിയിട്ടുള്ള കാഴ്ചകളെല്ലാം ലൈറ്റിംഗ് എല്ലാം ഇട്ട് ഇത് കാണാനായിട്ട് ഭയങ്കര മനോഹരമാണ് കേട്ടോ. അടിപൊളിയാണ്. ഷാങ്ഹായ് സിറ്റി നല്ല രസമാണ് കാണാനായിട്ട്. നമ്മുടെ എന്നാ പറയുന്നത് ദുബായിലൊക്കെ പോകുന്ന പോലെ അടിപൊളിയാണ്. എക്സ്പെഷ്യലി നൈറ്റിൽ ഒരു സ്പെഷ്യൽ ഫീലാണ് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇറങ്ങി. ഇവിടെ ഒരു 25 മിനിറ്റ് ഉണ്ട്. ക്ഷീണിച്ചവശനായിരിക്കുന്ന അബിൻ ഇങ്ങനെ ഇരിക്കുന്നു. നമ്മളിന്ന് പെട്ടി ഒക്കെ ആയിട്ട് വന്ന് ഇന്ന് മുടിഞ്ഞ ഷോപ്പിംഗാണ് അല്ലേ? അടിപൊളി ഷോപ്പിംഗ്. കാലിപ്പെട്ടിയായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടുത്തെ ഒരു ഇലക്ട്രോണിക് മാർക്കറ്റിലേക്ക് കയറാൻ പോവുകയാണ് അല്ലേ? ചിണ്ടനും കണ്ടനും. ഇത് നമ്മൾ ഇന്നലെ കയറിയ പോലെയുള്ള ഒരു ബോട്ടാണ് കേട്ടോ, മെറി സ്റ്റാർ. ഇതുപോലെ ഉള്ള ബോട്ടിങ് പകലും അവൈലബിൾ ആണ്. ബോട്ട് ടൂറിന് പോകേണ്ടവർക്കൊക്കെ അവിടെയാണ് അതിൻ്റെ ഫെറി, അതിൻ്റെ ടെർമിനൽ. അവിടെ നിന്നാണ് നമ്മൾ സാധാരണ ബോട്ടിൽ കയറുന്നത്. അതപ്പോൾ ഇതിലെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മളിപ്പോൾ കണ്ട പാലത്തിൻ്റെ അവിടം വരെ പോവും. എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് പോരും. അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഇവിടെ വന്നൊരു 2 ഐസ്ക്രീമൊക്കെ മേടിച്ച് ഇനിയിപ്പോൾ നമ്മൾ പയ്യെ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യാണ് കേട്ടോ. അവരങ്ങോട്ട് നടന്നു കഴിഞ്ഞു. ഇത് കണ്ടോ, ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റാണിത്. അവിടെ മൊത്തം അതിൻ്റെ സൈഡിൽ കൂടെ വെള്ളം സ്പ്രേ ചെയ്തിട്ട് കേട്ടോ. ഇത് എല്ലായിടത്തും ഉണ്ട്. ഞങ്ങൾ 3-4 സ്ഥലത്ത് ഇങ്ങനെ കൺസ്ട്രക്ഷൻ നടക്കുന്നിടത്ത് ഇതുപോലെ വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പൊടിയും കാര്യങ്ങളൊന്നും അടിക്കാതിരിക്കാനായിട്ട് കേട്ടോ, പൊടി വെളിയിലേക്ക് വരാതിരിക്കാനായിട്ട് ഉള്ള ഒരു ടെക്നോളജിയാണ്. എല്ലായിടത്തും ഉണ്ട് ഇതുപോലെ കേട്ടോ. അതുപോലെ തന്നെ ഈ ഷാങ്ഹായ് സിറ്റിയുടെ എല്ലാ ഫുട്പാത്തിലും ഇതുപോലെ സൈക്കിളുകൾ നിരത്തി വെച്ചിരിക്കുകയാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും ഈ ജോലിക്കൊക്കെ പോകുന്ന ഇതുപോലെയുള്ള സൈക്കിൾ എടുത്താണ്. അത് നമുക്കും അതിൻ്റെ ഒരു ആപ്പുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഒക്കെ എടുത്ത് ഇത് ഓടിക്കാൻ പറ്റും. പല പല കളറിൽ പല പല കമ്പനികളുടെ സൈക്കിളുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ഷാങ്ഹായ് സിറ്റിയുടെ ഏത് കോണിൽ ചെന്നാലും ഈ സൈക്കിളുകൾ ഇങ്ങനെ കിട്ടും. നിരവധി ആൾക്കാർ ഈ സൈക്കിളിലാണ് ജോലിക്ക് പോകുന്നതും പിടിക്കുന്നത്. അതുപോലെ പൊല്യൂഷൻ കളഞ്ഞ. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള വണ്ടികൾ ഒരുമാതിരി ഒരു 75% വണ്ടികളും കണ്ടത് ഇലക്ട്രിക് വണ്ടികളാണ്. അപ്പം അതുപോലെ പൊല്യൂഷൻ കുറവാണ് ഈ ഷാങ്ഹായ് സിറ്റിയിൽ കേട്ടോ. ഈ കാണുന്ന വണ്ടികളെല്ലാം ഇലക്ട്രിക്കാണ്. ചെസ് കളിക്കുന്ന റോബോട്ട് അടിപൊളി. മൂന്ന് മഹാന്മാര് റോബോട്ടിനെ തോപ്പിക്കാനുള്ള ഒരു ഉദ്യമത്തിലാണ്. പാടുന്നു. താങ്ക് യു. അങ്ങനെ ചൈന വന്ന് നമ്മൾ തന്നെത്താനെ ഒരു ജേർണിയാണ്. ഞങ്ങൾ ഇന്നലെ സിറ്റിക്കകത്ത് ഹോട്ടൽ വെക്കേറ്റ് ചെയ്തിട്ട് ഒരു ഹിൽട്ടൺ ഗാർഡൻ എന്നും പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ നമ്മൾ റൂം എടുത്ത്
അപ്പം കൂടത്തിൽ ഉണ്ടായിരുന്നവരൊക്കെ വേറെ സ്ഥലങ്ങളിലേക്ക് പോയി. എനിക്ക് 1-2 വീഡിയോ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ തന്നെ ചൈന വന്നൊരു ജേണി ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിപ്പോൾ സബ്വേ ആണ്. സബ്വേ കയറി നമ്മൾ തന്നെ അതിന് പേ ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അലിപേ കൂടെ പേ ചെയ്യാം. 5 യുവാങ്ങാണ് കൊടുത്തത്. അതായത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന എയർപോർട്ടിൻ്റെ അടുത്താണ്, ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്താണ്. അവിടുന്ന് 12ാമത്തെ സ്റ്റോപ്പാണ് നിൻജാങ് ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയും. അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അത് ആ വാട്ടർ ഫ്രണ്ടിൻ്റെ അടുത്ത്, അതായത് സിറ്റിക്ക് അടുത്താണ്. അപ്പോൾ ഇത് സബ്വേ ആണ്. ചുമ്മാ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഹോട്ടലിൽ നിന്ന് ഇവിടം വരെ നമ്മളൊരു ടാക്സി എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ആ ടാക്സി എടുത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി ചൈന എന്നും പറഞ്ഞിട്ടുള്ള അവരുടെ, അതായത് നമ്മുടെ യൂബർ പോലെ ഉള്ള ഒരു ടാക്സിയാണ്. അപ്പോൾ അത് വി ചാറ്റ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ വാട്സാപ്പ് പോലെ തന്നെ ചൈനയിലുള്ള സാധനമാണ് വി ചാറ്റ്. അപ്പോൾ ആ വി ചാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൂടെ നമ്മൾ ഈ ഡി കാറ് ബുക്ക് ചെയ്ത് ഞാനിവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഈ പറഞ്ഞ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പുതിയൊരു എക്സ്പീരിയൻസ്. ഒരു ഭാഷ അറിയത്തില്ല, മുഴുവൻ നമ്മുടെ ഒന്നിലെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ടാണ് ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല നമുക്ക് ചൈനീസ് അറിയത്തില്ല, അവർക്ക് മലയാളമോ ഇംഗ്ലീഷോ അറിയത്തില്ല. ഒരു പുതിയ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് പയ്യ ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഈ സ്റ്റേഷനിൽ നിന്നാണ് കയറിയത്. ഇതാണ് നാഷണൽ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെൻറ്റർ. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാൻജിങ് റോഡ് ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനുണ്ട്. അങ്ങോട്ടാണ് പോകുന്നത്. 5 യുവാനാണ് അതിൻ്റെ ടിക്കറ്റ്. അപ്പോൾ ഇത് 2 ദിവസം മുമ്പ് നമ്മൾ വന്ന ആ സെയിം സ്ട്രീറ്റ് തന്നെയാണ്. നമ്മൾ ഇവിടുന്ന് ഒരു അര ഫോർലോങ് മാറിയിട്ട് അവിടെയാണ് സബ്വേയുടെ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ അവിടുന്ന് സബ്വേ ഇറങ്ങി അടുത്ത് നമ്മൾ വരാൻ പോകുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മളിവിടെ വന്നതാണ്. ശരിക്കും നിങ്ങൾക്ക് തോന്നുമ്പോഴത്തേക്ക് ഇന്ന് ഒരൊറ്റ ദിവസമായിട്ട് തോന്നും. പക്ഷേ ഇന്നലെയാണ് നമ്മളിവിടെ വന്ന് എന്നാ പറയുന്നത്, നമ്മൾ ആ ബെസ്റ്റ് ടൂർ വന്ന് ഇറങ്ങിയ സ്ഥലമാണിത്. അതിന് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ദ ബണ്ട് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇന്നലെ ആ സിറ്റിയുടെ സ്കൈലാർപ്പൊക്കെ ഇന്നലെ ഞാൻ കാണിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇനിയിപ്പം പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നദിയുടെ അടിയിലൂടെ ഒരു ചെറിയൊരു ട്രാമയിൽ പോയിട്ടുള്ള ഒരു കാഴ്ചയുണ്ട്. അത് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ടാണ്. അത് ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്. ചൈന വന്ന് സബ്വേയിലൊക്കെ സബ്വേ കയറുന്നതല്ല പ്രശ്നം, ഇവിടുത്തെ ഭാഷയാണ് പ്രശ്നം. ഒരു രക്ഷയില്ല. കാരണം നമുക്ക് ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉള്ളതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. നമ്മളിങ്ങനെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എല്ലാവർക്കും നമ്മൾ പറയും, അന്നേരത്തേക്ക് അത് ചൈനീസിൽ എഴുതി വരും. അത് കഴിയുമ്പോഴത്തേക്ക് അവർ തിരിച്ച് പറയും. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എന്നാ പറയുന്നത് സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് വളരെ ഈസിയാണ്, നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അലിപേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ കൂടെ പേ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ വി ചാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിലൂടെ പേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ദ ബണ്ട് സൈറ്റ് സീയിങ് ടണൽ എന്നാണ്, ദ ബണ്ട് സൈറ്റ് സീയിങ് ടണൽ. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇതാണ് നമ്മൾ ആ ടണലിലേക്ക് ഇറങ്ങുന്ന എൻട്രൻസ് കേട്ടോ. ഭയങ്കര രസമാണ്. അതിന് ലൈറ്റിങ്ങും അറേഞ്ച്മെൻറ്റും പല രീതിയിലുള്ള സംഭവങ്ങൾ. അതിന് ടിക്കറ്റ് എടുക്കണം, ഞാൻ പറയാം എത്രയാണെന്നുള്ളത്. ചൈന അടിപൊളി കേട്ടോ. ഈ സിറ്റി ഏരിയയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീന്. ദ ബണ്ട് സൈറ്റ് സീയിങ് ടണൽ എന്നാണ് കേട്ടോ. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം, എന്നിട്ടാണ് നമ്മൾ അതിൽ പോകുന്നത്. അപ്പോൾ അത് 50 യുവാനാണ് നമുക്ക് അതിനകത്തോട്ട് ടണലിനകത്തേക്ക് പോകാനുള്ള 1 വേ ടിക്കറ്റ്. 2 വേ ആണെന്നുണ്ടെങ്കിൽ 90 യുവാനാവും. അപ്പോൾ നമ്മൾ ആ ചെറിയ ട്രാമിനകത്ത് കയറിയിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 646 മീറ്റർ നീളമുണ്ട്. നമ്മൾ ഇന്നലെ കേട്ടോ, ഇതാണ് ടണൽ. ഇതേതോ ഇന്നലെ നമ്മൾ ബോട്ടിങ് നടത്തിയ നദിയുടെ അടിയിൽ കൂടെയാണ്. 1/2 കിലോമീറ്ററോളം, 646 മീറ്റർ എന്ന് പറയുമ്പോൾ 1/2 കിലോമീറ്റർ കൂടുതലുണ്ട്. ഇതുപോലെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ.
സിറ്റിയുടെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പോകുന്ന ഒരു ടണലാണ്. അത് ഭയങ്കര രസമായിട്ട് നല്ല ലേസർ ഷോകളും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്നത്. അപ്പം ഇവിടം വരെയാണ് ഇതിൻ്റെ. നമ്മളിപ്പോൾ ഇപ്പുറത്തെ സൈഡ് വന്ന് നദിയുടെ ഇതാണോ ഇവിടം വരെയാണ്. ഇതൊരു 10-15 പേർക്ക് നിൽക്കാവുന്ന ചെറിയൊരു ക്യാപ്സ്യൂൾ പോലെയുള്ള ഒരു സംഭവമാണ്. താങ്ക് യു. ഉണ്ടോ ഇത്ര ഉള്ള സംഭവം. അതെ കേട്ടോ, അവിടെ വന്ന് ഇറങ്ങും, അതിനകത്തുനിന്ന് നേരെ പുറത്തേക്ക് പോവുക. അപ്പോൾ ഇതൊക്കെയാണ് ഷാങ്ഹായിലെ കാഴ്ചകൾ. അങ്ങനെ നമ്മൾ ബൺ സൈറ്റ് സീയിങ് ടണലിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മാഗ്നറ്റിക് ട്രെയിൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് അതിലൊന്ന് കയറി നോക്കാം. ഏകദേശം മണിക്കൂറിൽ ഏതാണ്ട് 400-450 km/h പോകുന്ന ഒരു മാഗ്നറ്റിക് ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൻ നിലത്തുനിന്ന് ഒരല്പം പൊങ്ങിയിട്ട് നമുക്കത് പോയൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അത് വേൾഡിൽ 3 സ്ഥലത്താണുള്ളത്. ജർമ്മനിയിലും ഇവിടെ വേറെ ഒരു കൺട്രിയിലും കൂടി 3 സ്ഥലത്ത് മാത്രമേ അത് ഇപ്പോൾ റൺ ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് അതിലൊന്ന് കയറാനുള്ള ഒരു തത്രപ്പാടിലാണ്. അങ്ങോട്ട് ഞാൻ നടക്കുകയാണ്. ഒരു ആദ്യമേ ഒരു സബ്വേ എടുത്ത് വേറൊരു സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് ആ ട്രെയിൻ ഉള്ളത്. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ പാക്കേജ് ടൂറിനകത്തുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവരുടെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവർ ഈ ഓരോ സാഹചര്യം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. എനിവേ ട്രൈ ചെയ്യുക. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. കാഴ്ച ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോഴത്തേക്ക് കണ്ട വേറൊരു കാഴ്ചയാണിത്. ഇതിപ്പം ഇതിൻ്റെ താഴെ കൂടെയൊക്കെ നമ്മൾ ഇന്നലെ നടന്നതാണ്. ഇന്നലെ മിനിങ്ങാൻ നോക്കിയായിട്ട് രാത്രിക്കൊക്കെ ഇതിലെ നടന്നതാണ്. ഇതിങ്ങനെ ഒരു ബ്രിഡ്ജാണ്. എനിക്കിത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ കോട്ടയത്തുള്ള എലിവേറ്റഡ് ആ ബ്രിഡ്ജിൻ്റെ ഒരു ഓർമ്മയാണ് വന്നത്. ഇതുണ്ടോ ഒരു ഫുട്പാത്താണ്. ഇത് പല റോഡുകൾ ഈ പറയുന്ന ഒരു എന്നാ പറയുന്നത് ഒരു റൗണ്ട് അബൌട്ടിൻ്റെ ചുറ്റുമുള്ള ഒരു ബ്രിഡ്ജാണ് ഇത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെയിൻ സെൻട്രലാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിങ്. ആ അപ്പുറത്തെ സൈഡിൽ കാണുന്നത്. ഇതിങ്ങനെ നമുക്ക് ചുറ്റും നടക്കാം കേട്ടോ. അതാണ് ഇവിടുത്തെ ടോളസ്റ്റ് ബിൽഡിങ്. ഇത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഷാങ്ഹായ് ഓറിയൻ്റൽ പേൾ ടവർ. ഇതിൻ്റെ മുകളിൽ നമ്മൾ കയറി. ഇതാണ് അപ്പോൾ സിറ്റിയുടെ മിഡിലായിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. രസമാണ് ഇതിങ്ങനെ നടക്കാനായിട്ട്. ഇത് കേട്ടോ ഈ സ്കൈലാർപ്പൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാനായിട്ട് നോക്കി ഭയങ്കര രസമാണ്. വളരെ രസകരമായിട്ട് നല്ല അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഗാർഡനും എല്ലാം ഉണ്ട് നടുക്ക്. കേട്ടോ നമുക്ക് പോകേണ്ടത് ഇനിയിപ്പോൾ അടുത്ത ഒരു സബ്വേ കയറിയിട്ട് വേണം നമ്മൾ ആ മാഗ്നറ്റിക് ട്രെയിൻ അതിലേക്ക് കയറുവാനായിട്ട്. ഇത് അടിപൊളിയല്ലേ, നല്ല നീറ്റെല്ലാം നോക്കുക, നല്ല ക്ലീൻ ആൻഡ് നീറ്റ്. ഭയങ്കര രസമാണ്. ഇതിനകത്ത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇത്രയും വലിയ സിറ്റി ആണെങ്കിലും ഈ സിറ്റിക്കകത്ത് വലിയ ട്രാഫിക് ഇല്ലെന്നുള്ളതാണ് കേട്ടോ. ഭയങ്കര ക്വയറ്റാണ് ഇവിടെ. അതിപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിപ്പോൾ 4ാമത്തെ ദിവസമാണ്. ഈ 4 ദിവസം നമ്മൾ ഈ സിറ്റിക്കകത്തോട്ട് നടന്നിട്ട് ഈ ഒരു ഏരിയ വരുമ്പോഴത്തേക്ക് ഇതെന്ന് പറഞ്ഞാൽ ഈ ഷാങ്ഹായ് സിറ്റിയുടെ സെൻട്രലാണ്. പക്ഷേ ഈ ഒരു ഏരിയയിൽ ട്രാഫിക് ഈ പറയുന്ന പോലെ വളരെ കുറവാണ്. അപ്പം നമുക്ക് ഇന്നലെ നമ്മൾ ടൂർ എടുത്ത ബസ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പേൾ ടവറിൻ്റെ തൊട്ടടുത്താണ് ഇതിൻ്റെ ടൂറ് ഒക്കെ പോകാനുള്ള ബസ്. ഇത് കേട്ടോ, ഇതെല്ലാം ഡബിൾ ഡെക്കർ ബസ്സെല്ലാം കിടക്കുന്നത്. ഇവിടെ ഇതിൻ്റെ അക്വേറിയം ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഷാങ്ഹായിലെ അക്വേറിയം ഇവിടെ തന്നെയാണ്. ഇവിടെയാണ് ഈ പേൾ ബിൽഡിങ്ങിൽ കയറാനുള്ള ടിക്കറ്റും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഈ ഒരു ബിൽഡിങ്ങിനകത്താണ്. ഇതാണ്
നമ്മളിപ്പോൾ സിറ്റിയുടെ അവിടെ നിന്ന് ലോങ് യാങ് റോഡ് സ്റ്റേഷൻ എന്ന് പറയും. ലോങ് യാങ് റോഡ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ മുകളിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാഗ്ലേവ് എലിവേറ്റഡ് ട്രെയിൻ എന്നാണ് അതിൻ്റെ പേര്. ഇതാണോ മാഗ്ലേവ് ലൈൻ, ഇതാണോ അത് ആണ് ഈ പറഞ്ഞ നമ്മുടെ എന്നാ പറയുന്നത് മാഗ്നറ്റിക് ട്രെയിൻ. അതൊക്കെയാണ് നമുക്കൊന്ന് സംഗതി സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കയറാൻ പോകുന്ന മാഗ്ലേവ് ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റ് വെച്ചിട്ട് അത് പോകുന്ന ട്രാക്കിൽ നിന്ന് ഒരല്പം ഉയർന്നിട്ട് തെന്നി ഇങ്ങനെ പോകുന്ന ഒരു സിസ്റ്റമാണ്. അതിനാണ് മാഗ്ലേവ് ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അതിന് ചക്രങ്ങളില്ല, ടയറോ അങ്ങനെ ഒന്നുമില്ല, വീൽസ് ഒന്നുമില്ല. അല്ലാതെ ഇതിങ്ങനെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ആ ഒരു കാന്തത്തിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ആ മാഗ്നറ്റ് വെച്ചിട്ടാണ് ഇതിങ്ങനെ തെന്നി അങ്ങ് സ്ലൈഡ് ചെയ്ത് അങ്ങ് പോകുന്ന ടൈപ്പ് ഒരു ട്രെയിനാണിത്. അപ്പം അതിൻ്റെ സ്പീഡ് നേരത്തെ അത് 400 km/h വരെ പോകുമായിരുന്നു. ഇപ്പം ഒരല്പം സ്പീഡ് കുറച്ചിട്ടുണ്ട്. 300 km എന്നാണ് എഴുതിയിരിക്കുന്നത്. ഏതൊക്കെയാലും നമുക്ക് ഒന്ന് കയറി നോക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പണിയാനായിട്ട് ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്. അതുപോലെ തന്നെ കൂടുതൽ എനർജി വേണ്ടിവരും ഇത് ഇത്രയും ഹൈ സ്പീഡിൽ പോകാനായിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ഇതിനുണ്ട്. പക്ഷേ ഭയങ്കര സ്പീഡിൽ പോകാൻ പറ്റും. അതായത് മാഗ്ലേവ് ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം നമ്മുടെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഡബിൾ സ്പീഡിൽ, ബുള്ളറ്റ് ട്രെയിനൊക്കെ ഒരു 300-400 പോകുമ്പോഴത്തേക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 600 km സ്പീഡ് വരെ പോകാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉള്ളതാണ് ഈ മാഗ്ലേവ് ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സ്റ്റേഷനിൽ നിന്ന് പുഡോങ് എയർപോർട്ടിലേക്കാണ് ഇത് തൽക്കാലം സഞ്ചാരമുള്ളൂ. കാരണം ആ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് 30 km ആണ്. 30 km 8 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യും. അപ്പോൾ അത് പക്ഷേ അതിൻ്റെ ഫുൾ സ്പീഡൊന്നുമല്ല. സാധാരണ ട്രെയിനാണ്, അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല. ഇവിടം വരെ നമുക്ക് പ്രവേശനമുള്ളതെന്ന് തോന്നുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് VIP ടിക്കറ്റ് വേണം. ഇതിപ്പോൾ ഓർഡിനറി ടിക്കറ്റാണുള്ളത്. ഇത് ശരിക്കും 2 പാളമാണുള്ളത്. ഒരെണ്ണം അപ്പുറത്ത് അതിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അവിടെയുണ്ട്, അതുപോലെ തന്നെ ഇവിടെയുണ്ട്. അങ്ങനെ 2. പക്ഷേ ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ ഭയങ്കര പൈസ ആയതുകൊണ്ട് ഇത് എല്ലായിടത്തും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളതാണ്. നമുക്ക് ഗൂഗിളിൽ ഒക്കെ ഇതിൻ്റെ വായിച്ചു കഴിയുന്നത് 3 കൺട്രിയിലാണ് ഇത് ഉള്ളത്. ഇപ്പോൾ റൗണ്ട് ട്രിപ്പ് ഇത് 80 yuan ആണ്. ഒരു സൈഡിലേക്ക് തന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് 50 yuan നമുക്ക് ഒരു സൈഡിലേക്ക് പോകാം. അപ്പോൾ എനിക്ക് തിരിച്ചു വരേണ്ടതുകൊണ്ട് ഞാൻ 2 സൈഡിലേക്കുള്ള ടിക്കറ്റ് സംഗതി പോകാനുള്ള പുറപ്പാടാണ്. അതെ, ഒരല്പം പൊങ്ങി, അധികം ദൂരമൊന്നുമില്ല, അധികമില്ല, പക്ഷെ കുറച്ച് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പാളം, അതിൻ്റെ ഇത് കേട്ടോ, പോകുന്ന ആ ട്രാക്ക് കണ്ടോ. അപ്പുറത്ത് ശരിക്കുള്ള മെട്രോ ട്രെയിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ 30 km 8 മിനിറ്റ് കൊണ്ട് ചെല്ലും. കിലോമീറ്റർ കയറി പോകുന്നുണ്ടോ? അടിപൊളിയില്ലാന്ന് നോക്കി.
എന്നല്ല നമ്മൾ ബുള്ളറ്റ് ട്രെയിനിൽ 344 കിലോമീറ്റർ വരെ പോകുന്നതാണ്. വാവ്, പോളി പോളി പോളി. സ്പീഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതേ നോക്കി എന്താ. വാവ് കേട്ടോ, പറക്കുകയാണ്. പ്ലെയിൻ പോകുന്നതല്ല, നമ്മുടെ പ്ലെയിനൊക്കെ ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് കേട്ടോ 300 കിലോമീറ്ററിലാണ് പോകുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുള്ളറ്റ് ട്രെയിനിൽ ഇതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ ഓൾറെഡി പോകുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരാഗ്രഹം, വൈ നോട്ട്. അത് മിനിറ്റ് വെച്ചാണ് 300 കിലോമീറ്ററിൽ കയറിയത് കേട്ടോ. 300 വരെ ആയപ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്ത്. ഇത് നേരത്തെ 400 കിലോമീറ്റർ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ്. അത് എന്തോ കാരണത്താൽ സംഗതി 100 കിലോമീറ്റർ കുറച്ചതാണ്. അത് ഭയങ്കര രസമാണ് പോകുന്നത് കാണാൻ. ഓ ചിക്കുന്നൊരൊച്ച. ഓ സൈഡിലേക്ക് ചെരിയുന്ന അടിപൊളി. അത് ചെരിയുന്ന ഭയങ്കര ഇതായിട്ടാണ് അത്. വാ, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ചെരിയുന്നത് ഒരു സൈഡിലേക്ക്. ഇതേ ഇപ്പോൾ അത് ലെവലായി. വളവ് വരുമ്പോഴത്തേക്കും ചെരിയുന്നതാണ്. അടിപൊളി. വാ, സ്പീഡ് ഇഷ്ടമുള്ളവർക്ക് അതേ ആ പാലമൊക്കെ കിടക്കുന്നതാണോ എൻ്റെ ആ ഒരു സ്പീഡിലാണ് പോകുന്നതെന്ന് നോക്കി. വാ, പറക്കുക. ശരിക്കും നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ പോലും ഈ ഒരു ഫീലില്ല. അതാണ്. ഇതേ 2 ഫ്ലൈറ്റ് അതേ ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ടോ കേട്ടോ. പുഡോങ് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് പോകുന്നുണ്ടോ. എയർപോർട്ട് അടുക്കാറായി. അപ്പോഴത്തേക്ക് ഇതിൻ്റെ സ്പീഡും കുറഞ്ഞ് വരുന്നുണ്ട്. ടെർമിനൽ 1, ടെർമിനൽ 2. ആ, എയർപോർട്ടൊക്കെ നല്ല രസമാണല്ലോ കാണാൻ. നോക്കി, നല്ല വാട്ടർ, എന്ത് ഭംഗിയാ നോക്കി. ആണ് പുഡോങ് എയർപോർട്ട്. ഇവിടെ 2 എയർപോർട്ടാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ഇതും, പിന്നെ നമ്മൾ നാളെ പോകാൻ പോകുന്ന എയർപോർട്ട് മാൽഗേവ് കയറി ആ കൊതി അങ്ങ് തീർത്തു. ഇവിടെ നിന്നാണ് പിന്നെ ടെർമിനലിലേക്കൊക്കെ പോകുന്നത്. നമുക്ക് പിന്നെ അങ്ങോട്ട് പോകേണ്ടത് ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് ഇവിടെ ഇതാ ടെർമിനൽ 1 എന്നൊക്കെ എഴുതിയേക്കുന്നു. ഇവിടെ ഒരു മായ്ക്കുണ്ട്. അവിടെ നിന്നൊരു ലഞ്ച് മേടിച്ച് കഴിച്ചിട്ട് നമ്മൾ ഇതേ ട്രെയിനിൽ തന്നെ തിരിച്ച് നമ്മൾ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകും. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി ഇതേട്ടാ നമ്മൾ കുറച്ച് മലയാളികളെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇവരെല്ലാവരും മെൽബണിൽ നിന്നുള്ളവരാണ്, നമ്മുടെ സുഹൃത്തുക്കളാണ്. നിങ്ങൾ എത്ര ദിവസമായി ഇപ്പം ഇവിടെ വന്നിട്ട്? 11 ദിവസമായി അല്ലേ? നിങ്ങളെന്നാ തിരിച്ചു പോകുന്നത്? നാളെ ഈ എയർപോർട്ടിൽ നിന്നല്ലായിരിക്കുമല്ലോ, മറ്റേ എയർപോർട്ടിൽ നിന്നാണോ? ആ, അപ്പം നമ്മളൊന്ന് വിചാരിക്കും മിക്കവാറും. ഞാനും നാളെ തന്നെയാണ് പോകുന്നത്. നിങ്ങൾ ന്യൂസിലൻഡിൽ നിന്നല്ലേ? നിങ്ങൾ ന്യൂസിലൻഡിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? മെൽബണിൽ നിന്ന്. ആ, ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ട്രിപ്പ്? അടിപൊളിയായിരുന്നോ? ആ, ഓക്കെ. ഇനി നിങ്ങൾ ബ്രിസ്ബെയിനിലേക്ക് പോകുന്നല്ലേ? എന്നാ പേരെങ്ങനെയാ? മത്തായി ആൻഡ് ജിജി. ഓക്കെ. ആ, നിങ്ങൾ ബ്രിസ്ബെയിനിൽ നിന്നാ? ആ, ശരി. ഇവരടലേടിയെന്നാ? എനിക്കറിയാമല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? എൻജോയ് ചെയ്തോ? വളരെ നല്ലതായിരുന്നു ആണല്ലേ? ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ കൂട്ടത്തെ ഞങ്ങൾ 4 പേരായിരുന്നു. ഞങ്ങൾ അവരുടെ കോൺട്രാക്റ്റിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് കറങ്ങി നടക്കുക. ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾ ബെയ്ജിങ് കറങ്ങി, എന്നിട്ട് ബുള്ളറ്റ് ട്രെയിന് ഇങ്ങോട്ട് വിട്ടു. ഇവിടെയല്ല, വേറെ ഇതിൻ്റെ അടുത്ത് വേറൊരു സ്ഥലത്ത് വന്നു. പക്ഷേ ഞങ്ങൾക്ക് അവരുടെ ആ പാക്കേജ് അങ്ങ് സുഖമായില്ല. കാരണം ഇവർ ആ സെറ്റ് ഓഫ് ടൈമിങ്ങിൽ എല്ലാം ചെയ്യണ്ടേ, അത് നമുക്ക് അങ്ങോട്ട് ട്രിപ്പ് അടിയിലായിരുന്നു. അത് കാരണം ഞങ്ങൾ അതിനകത്തുനിന്ന് പൈസ പൊക്കോട്ടെ, പൈസ പോയെന്നാലും ഇത്രയ്ക്ക് പൈസയല്ലേ ആവുന്നുള്ളൂ. അപ്പോൾ അത് കാരണം പണം പോട്ട് പ്രതാപം വരും. നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ട്രിപ്പ്? അടിപൊളിയായിരുന്നു അല്ലേ? അപ്പോൾ നാളെ നിങ്ങൾ തിരിച്ച് മെൽബൺ അല്ലേ? അടിപൊളി. എന്നാണ്? എവിടുന്നാ? ബ്രിസ്ബെയിൻ ആണോ? ബ്രിസ്ബെയിൻ. ആ, ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? അടിച്ചു പൊളിച്ചാ? നന്നായിരുന്നു, ഇഷ്ടപ്പെട്ടു? ഓക്കെ.
ചൈന കൊള്ളാം. സാറാ നമസ്കാരം. നമ്മള് യൂട്യൂബർ ആണല്ലോ, പിന്നെ ലോകരെ ഇത് മുഴുവൻ കാണിക്കുക എന്നുള്ളതാണല്ലോ. എങ്ങനെയുണ്ട് നിങ്ങളുടെ ട്രിപ്പൊക്കെ അടിച്ചു പൊളിച്ചല്ലേ? നാളെ നിങ്ങള് അഡലൈഡ്, ബ്രിസ്ബെൻ. ഓക്കെ. ഇനി വരുന്നവർ ഇതുപോലെ ട്രിപ്പ് ഡീൽ വരുന്ന ചിലപ്പോൾ പണി കിട്ടും. അവർ മൊത്തം ഇങ്ങനെ. ബാക്കി ഞങ്ങളുടെ ഇതെല്ലാം ക്യാൻസൽ ചെയ്തു. പക്ഷെ നമുക്ക് ചീപ്പാണ്. 2 ദിവസത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം $150 വരുന്നുള്ളൂ 2 റൂമിന് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം 4 പേര് ഞങ്ങൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയ്ക്ക് പൈസ വരുന്നു. ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ബുള്ളറ്റ് ട്രെയിനെ വന്നിട്ട് സോജോ എന്ന് പറഞ്ഞ സ്ഥലം വരെ വന്നായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ചാടി. അവിടുന്ന് ഇങ്ങോട്ട് ടാക്സ് $100. അത്രേ ഉള്ളൂ. ഒരു 2 മണിക്കൂർ, 2-2.5 മണിക്കൂർ. മറ്റേ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ സിറ്റി ടൂർ അല്ല, സിറ്റി മറ്റേ ഫെറിയുടെ ടൂർ ചെയ്തായിരിക്കുമല്ലോ നൈറ്റിൽ. ഇന്ന് വൈകിട്ടാണ് അത്. ഓപ്ഷണൽ ടൂർ അല്ലേ? നിങ്ങളോട് എത്ര മേടിക്കുന്നു? 240. നമ്മൾ പോയി ടിക്കറ്റ് എടുക്കുകയാണ് എത്രയെന്ന് അറിയാം. ഇന്നലെ ഞങ്ങൾ പോയത് 150. ഓരോ ഓപ്ഷണൽ ടൂറിനും ഇവർക്ക് കമ്മീഷനാണ് എല്ലായിടത്തും. പിന്നെ നമ്മൾ ഓപ്ഷണൽ ടൂർ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മൾ ഒരുമാതിരി ഫോഴ്സ് ചെയ്യുന്ന പോലെ. അപ്പം അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു ഈ കളി നമുക്ക് വേണ്ട, ബ്രേക്ക് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഭയങ്കര ടിപ്പ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ $1000 വെച്ച് ഇത് വന്നു കഴിഞ്ഞാലും അടുത്ത ഒരു $1000 നമ്മൾ ചിലവാകും. അപ്പോൾ അത് തന്നെയല്ല ഈ ഒരു ടൈറ്റ്നെസ് ഇവരങ്ങോട്ടിട്ട് ഓടിക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ടിയാൻമാൻ സ്ക്വയറിലൊക്കെ പോയിട്ട് ഞങ്ങൾക്ക് ആകെപ്പാടെ 40 മിനിറ്റ് ഓൾ ടുഗദർ കിട്ടിയത്. ഗൈസ്, വീണ്ടും മലയാളികൾ, ഒരു രക്ഷയില്ല. അത് ഈ ട്രെയിൻ മുഴുവൻ മലയാളികൾ, മുഴുവൻ മെൽബണിൽ നിന്ന് ദേണ്ട കിടക്കുന്നത്, ഒരു രക്ഷയില്ല. ഓൾ ഓസ്ട്രേലിയ ഈസ് ബാക്ക്. നമസ്കാരം. വരുന്നുണ്ടെന്ന് അറിഞ്ഞു. ലൈവ് ഒന്നുമല്ല. ഇറച്ചിച്ചാറും കുത്തിച്ചോറും ഇവിടെ ഏതൊക്കെയാലും കിട്ടത്തില്ല. ഏതൊക്കെയാലും നമ്മുടെ മലയാളീസ് ഒരു വലിയൊരു ടീം. നമ്മൾ ആദ്യമേ തുടങ്ങിയ പോലെയുള്ള ഒരു ഗൈഡിൻ്റെ കൂട്ടത്തിൽ ഇവരിങ്ങനെ വന്നതാണ്. അപ്പോൾ ഇവർ ഈ ട്രെയിനെ കയറ്റാനായിട്ട് നമ്മുടെ ഗൈഡ് പോലെ തന്നെ ട്രിപ്പ് ഡീലിൻ്റെ കൊടിയൊക്കെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഗൈഡ് ഫ്രണ്ട് നിൽപ്പുണ്ട്. ഗൈസ്, അപ്പം നമ്മൾ നേരത്തെ വന്ന പോലെയുള്ള ഒരു ബസ്സിൽ ട്രിപ്പ് ഡീലിൽ ഇവരെല്ലാവരും തന്നെ ഒരു ഓൾമോസ്റ്റ് എവരിബഡി എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്. ഗൈസ്, അപ്പോൾ അവരെയൊക്കെ യാത്രയാക്കിയിട്ട് നമ്മൾ ട്രെയിനിൽ കയറാനായിട്ട് നിൽക്കുകയാണ്. നമ്മൾ രാവിലെ വന്ന് ഇറങ്ങിയ സ്റ്റേഷനിലേക്ക് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇതൊക്കെ ആദ്യത്തെ ഒരു പ്രശ്നമല്ല കേട്ടോ. ഇപ്പം നമുക്ക് നോർമലായി കേട്ടോ. എവിടെയൊന്നും ആ ടിക്കറ്റ് എടുക്കുന്നത്, എങ്ങനെയാണ് പോകേണ്ടത്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ ആദ്യത്തെ ഒരു പ്രശ്നമല്ല. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം സെറ്റ് ആയിക്കോളും. നമ്മുടെ ട്രെയിൻ വന്നു. അപ്പം ഉടൻ തന്നെ നമുക്ക് ട്രെയിനിൽ കയറി നമുക്ക് പോവാം. അപ്പോൾ ഇതായിരുന്നു നമ്മൾ 2 ദിവസം താമസിച്ചിരുന്ന ഹോട്ടൽ, ഹിൽട്ടൺ ഗാർഡൻ എന്ന് പറയും. അപ്പോൾ ഇവിടുന്ന് നമ്മളിന്ന് ചെക്കൗട്ട് ചെയ്ത് നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മുടെ ചൈന പര്യടനത്തിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. കുഴപ്പമില്ല, ഇവിടുന്ന് 5-6 കിലോമീറ്ററേ ഉള്ളൂ എയർപോർട്ടിലേക്ക്. അപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലാണ് നമ്മൾ 2ാമത്തെ ദിവസം പാർക്ക് ചെയ്തത്, നമ്മൾ ബുക്ക് ചെയ്തത്. പിന്നെ ഇവിടെ ചൈന കണ്ട വേറൊരു പ്രത്യേകതയാണ്, ഇവിടെ എല്ലായിടത്തും ഉണ്ടല്ലോ നമുക്ക് പവർ ബാങ്ക് റെൻറ്റിന് കിട്ടും. ഇവിടുന്ന് എടുക്കുക, വേറെ എവിടെയെങ്കിലും അതിൻ്റെ ഈ സ്റ്റേഷൻ പോലെ ഇങ്ങനെ ഉണ്ട്, അതിനകത്ത് കൊണ്ട് നമ്മൾ കുത്തി വെച്ചാൽ മതി. ഇതൊക്കെ പവർ ബാങ്കുകളാണ്. ഇതുണ്ടോ, ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് ചെയ്യണമെന്ന് തോന്നുന്നു. ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് റിലീസായിട്ട് വരും. റിലീസായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ സാധനം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെയുള്ള സ്റ്റേഷൻസ് വേറെ എല്ലായിടത്തും, ഇവിടെയുള്ള ഷോപ്പിംഗ് മാളുകൾ, അതുപോലെ തന്നെ ബെസ്റ്റ് റെയിൽവേ സ്റ്റേഷന്, അങ്ങനെ എല്ലായിടത്തും തന്നെ ഇതുപോലെയുള്ള സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് കൊണ്ട് നമ്മുടെ ആവശ്യം കഴിയുമ്പോഴത്തേക്ക് കൊണ്ട് തിരിച്ച് കുത്തിയിട്ടാൽ മതി. അപ്പോൾ അതിനുള്ള എമൗണ്ട് നമ്മൾ പേ ചെയ്താൽ മതി. അപ്പോൾ അതാണ് ഇവിടെ എല്ലായിടത്തും തന്നെ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചൈനയിലും അമേരിക്കയിലും ഗൾഫിലും ഒക്കെ പോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. അടിപൊളി. ഇവിടുത്തെ ടാക്സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ലക്ഷറി കേട്ടോ.
സാപ്പാട് ഭയങ്കര വിഷമാണ്. നമ്മൾ 10 ദിവസത്തെ ഹോളിഡേ കഴിഞ്ഞ് ഇനി തിരിച്ച് മെൽബണിലേക്ക് പോകണമെന്ന് ഓർക്കുമ്പോഴത്തേക്ക് ഇത്രയും ദിവസം അടിച്ച് പൊളിച്ച് ഏറ്റവും ബെസ്റ്റ് ഡിസിഷനാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എടുത്തത്. അവിടുന്ന് അവരുടെ കയ്യിൽ നിന്ന് തിരിച്ച് പോരുക എന്നുള്ളത്. അതേതൊക്കെയാലും നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും സ്ഥലങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോകാനും ഇഷ്ടംപോലെ റിലാക്സ് ചെയ്യാനും ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടി. നമ്മളിപ്പം ഇവിടുത്തെ ലോക്കൽ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ലോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇൻ്റർനാഷണൽ എയർപോർട്ട് തന്നെയാണ്, പക്ഷെ അവിടെ നിന്നാണ് നമ്മുടെ ലോക്കൽ ഫ്ലൈറ്റ്. അപ്പം ഇങ്ങോട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുക അല്ലേ? സങ്കടമാണ്. നമ്മള് ടയേർഡൊന്നും ആയില്ല. പിന്നെ ഈ പൊതുവെ 10 ദിവസത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇത്രയും ഫ്രഷ് ആയിട്ടിരിക്കണ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ നമ്മളേക്കാളും റൈറ്റ് ഡിസിഷനാണ് എടുത്തത് അല്ലേ? ആവശ്യത്തിന് റെസ്റ്റും കാര്യങ്ങളെല്ലാം കിട്ടിയല്ലോ. അതെ റൈറ്റ് ഡിസിഷനാണ് എടുത്തത്. നമ്മൾ അതിനകത്തുനിന്ന് വെളിച്ചാടിയത്. ഇപ്പോൾ നമ്മുടെ കൂടുതലുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ വിട്ടിട്ട് പോകുന്ന ആൾക്കാരെല്ലാം. അപ്പോൾ അവരൊക്കെ പറയുമായിരുന്നു നിങ്ങളെടുത്ത് റൈറ്റ് ഡിസിഷനാണ്. ഭയങ്കര ഒരു എന്നാ പറയുന്നത്, നമുക്കത് കാരണം നമ്മുടെ ഫ്രീഡത്തിൽ കറങ്ങാൻ പറ്റി, പോകാൻ പറ്റിയത്. വേറെ ഇന്നലെ നമ്മൾ ട്രെയിനിൽ വെച്ച് കണ്ട ആൾക്കാരെല്ലാവരും ഇന്ന് ഇവിടെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഗൈസ്, നമ്മുടെ പല വീഡിയോയിലും കണ്ട് ഫേമസ് ആയിട്ടുള്ള, എൻ്റെ വീഡിയോയിലൂടെ ഫേമസ് ആയിട്ടുള്ള മിസ്റ്റർ മസിൽ ഷാജിയെ ഇന്ന് നമ്മൾ ചൈനയിൽ വെച്ച് കണ്ടുമുട്ടിയിരിക്കുകയാണ്. അദ്ദേഹം ഇതുപോലെ തന്നെ നമ്മളെ പോലെ തന്നെ ടൂറിന് വന്നിരിക്കുകയാണ്. ഗൈസ്, അത് നോക്ക്, ഇതിപ്പോൾ ഇങ്ങനെ ഒരു കമ്പനിയായിട്ട് വന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ഗുണമുണ്ട്. ഇവരെല്ലാം കൂടി ഒന്നിച്ചിരുന്ന് ചീട്ടുകൾ, ഇത് ഡെയിലി ചീട്ടുകളി ഉണ്ടായിരുന്നോ? എല്ലാ പരിപാടിയും ഉണ്ടല്ലേ? കള്ളുകൂടി വേറെ പരിപാടി ഒന്നുമില്ല. അതൊക്കെ അടിപൊളി. ഇങ്ങനെ ഒന്നിച്ചൊരു ഇതാകുമ്പോഴത്തേക്കും അല്ലേ രസമാണ്. പാട്ട് പാടി അതെ ബോംബെയിലെ ട്രെയിൻ യാത്ര പോലെ അതൊക്കെ അത് കൊള്ളാമല്ലോ. ഗൈസ്, അങ്ങനെ ഞങ്ങളെല്ലാവരും മെൽബണിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഗൈസ്, അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നതോടൊപ്പം ഞങ്ങളെ എല്ലാവരുടെയും ഒരു നല്ല സിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് താങ്ക് യു. ബൈ.